വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം. പ്ലാസ്റ്റിക് ഐറ്റംസ്, പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ, മറ്റുൽപ്പന്നങ്ങൾ, ക്ലീനിംഗ് ഐറ്റംസ്, പണിയായുധങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ, ചെയറുകൾ, കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ. ദിനേശ് കുറ്റിയിൽ അനുസ്മരണത്തിന്റെ ഭാഗമായി വടകര ഇൻഫ്രന്റ് ആർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നാടക ക്യാമ്പ് നടത്തി. ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ക്യാമ്പ് കവി ഹരീഷ് പഞ്ചമി ഉദ്ഘാടനം ചെയ്തു. 2 പരിപാടിക്കും ആശംസ നേരെയാണ്. അതോടൊപ്പം ഇന്നത്തെ ഈ ക്യാമ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. UP ഹൈസ്കൂൾ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കായുള്ള ക്യാമ്പിന് മനോജ് നാരായണനും ഷിനിൽ വടകരയും നേതൃത്വം നൽകി. സന്തോഷമായിട്ട് കണ്ടോ, ഒരാൾ എത്രത്തോളം വലുതാവാൻ പറ്റും അത്രത്തോളം വലുതാവുന്നുണ്ട് അല്ലേ? നല്ല വലുതാവുന്നുണ്ട് കേട്ടോ. കണ്ടോ, മോന്ന് നോക്കൂ, ഭയങ്കര ശ്രദ്ധയല്ലേ, ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് കൃത്യമായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? മാറിയിട്ടില്ല. അടുത്താൾ നോക്കൂ, ഒരു സ്ഥായി ഭാവമാണ് അല്ലേ? വളരെ സ്ഥായിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വളരെ നന്നായിട്ടുണ്ട്. ഇതാ ഇവിടെ ലൂസായി പോയി കേട്ടോ. റെഡി, വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. അവിടെ വളരെ പവർഫുൾ ആണ്, നോട്ടൊക്കെ നോട്ടാണ്. റെഡി 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 മൂവ്. ക്യാമ്പിൽ 20 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജനുവരി 4-ന് വടകര ടൗൺ ഹാളിൽ ദിനേശ് കുറ്റിയിൽ അനുസ്മരണ സമ്മേളനവും ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കും. വൈകിട്ട് 6 മണിക്ക് വടകര വരദയുടെ മക്കൾക്ക് എന്ന നാടകവും അരങ്ങേറുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ രാജേഷ് ചോറോട് പറഞ്ഞു. ദിനേശൻ കുറ്റിയിലിൻ്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് ജനുവരി 4-ാം തീയതി വടകര ടൗൺ ഹാളിൽ നാടകരംഗത്തെ അതുല്യ പ്രതിഭകൾക്കുള്ള പുരസ്കാര സമർപ്പണവും അതോടനുബന്ധിച്ച് വടകര വരദയുടെ നാടകവും അരങ്ങേറുന്നുണ്ട്. ഈ നാട്ടിലെ മുഴുവൻ, ഈ പ്രദേശത്തെ വടകര മാത്രമല്ല വിദേശത്തു പോലും നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ദിനേശൻ കുറ്റിയിൽ എന്ന അതുല്യ പ്രതിഭ നാടറിഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടത്. കൊറോണയുമായി ബന്ധപ്പെട്ട് നാടക പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ആ കൊറോണ കാലത്ത് രോഗം പിടിപെടുകയും ആ അകാലത്തിൽ നമ്മളെ വിട്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ സമയത്ത് ഈ ഇൻഫ്രന്റ് ആർട്സ് അക്കാദമി നടത്തുന്ന പരിപാടിയിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കനകരാജ് മയ്യന്നൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സനേഷ് വടകര അധ്യക്ഷത വഹിച്ചു. മനോജ് ചെമ്മരത്തൂർ നന്ദി പറഞ്ഞു. അടിപൊളിയായിട്ടുണ്ടല്ലോ, നന്നായിട്ടുണ്ടല്ലോ. മയൂരം വെളിച്ചെണ്ണയുടെ ഗുണവും മണവും രുചിയും അത് വേറെ ലെവലാണ്. കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ മയൂരം.